നമസ്കാരം. ചെറിയൊരു സങ്കടകരമായിട്ടൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരുന്നു. അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, മറ്റൊന്നുമല്ല. ഞാൻ നമ്മുടെ ആലുവത്തെ ഷോറൂമിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ആലുവ പറവക്കാല ആ സിഗ്നലിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ച് അപ്പോൾ നോക്കിയപ്പോൾ റോഡിൻ്റെ നടുക്കായിട്ട് സർവീസ് റോഡിൻ്റെ നടുക്കായിട്ട് ഒരു കാർ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത്രയാണ് മാറിയിട്ട് അതിൻ്റെ ആ സ്കൂട്ടർ ഓടിച്ച ആളാന്ന് തോന്നും. ആളെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഇരുത്തിയേക്കാണ്. ആൾക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയാണ് നിൽക്കണത്. എന്താ സംഭവം മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് നിർത്തിയിട്ട് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോകേണ്ട കേസാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് വണ്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വന്നു എൻ്റെ വണ്ടിയിലോട്ട് കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരപ്പോൾ തന്നെ വണ്ടിയിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ സ്പോട്ടിൽ നിന്ന് 2-3 പേര് വണ്ടിയിൽ കയറിയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ആ വണ്ടിയിലുള്ളവർ പറയുന്നത് ഈ ആക്സിഡൻ്റ് ആയതിനു ശേഷം അതിൽ കൂടെ വണ്ടികൾ പോയിട്ട് അവർ കൈയായിട്ട് ആരും നിർത്തിയില്ല. മാത്രമല്ല അതിൽ കൂടെ പോയൊരു 3 ഓട്ടോറിക്ഷക്കാർ പോയി. ഈ ഓട്ടോറിക്ഷക്കാരെ കൈയായിട്ട് നിർത്തി ആക്സിഡൻ്റാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വേറെ ഓട്ടം വിളിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് നിർത്താണ്ട് അവർ പോയി എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത് നമുക്ക് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും നാളെ മഞ്ഞപ്പുറം വെച്ചൊരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടിരുന്നു. അന്ന് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ 20 മിനിറ്റായിട്ട് ആളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം വണ്ടി ഉണ്ടായിരുന്നില്ല. വണ്ടികളാരും കൈയായിട്ട് നിർത്തുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ആക്സിഡൻ്റ് ആയിക്കുന്ന അപ്പം തന്നെ അടുത്തുള്ള ആൾക്കാർ വന്ന് ആളെ വാരിക്കൂട്ടി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പണ്ടത്തെ ആ ഒരു ആർജവം ആരും അത്ര കാണിക്കാറില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് കേസുകളുണ്ട്. എനിക്ക് എക്സാമ്പിൾ ഇട്ട് പറയേണ്ട ഒരുപാട് കേസുകളുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് ഇത്തിരി വൈകി കൊണ്ടുപോകുന്ന കേസുകൾ. പക്ഷേ ഇപ്പം എല്ലാവർക്കും, അതായത് ഈ ആക്സിഡൻറ്റ് കണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ കരുതുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഴപ്പമില്ല, അവിടെ നിൽക്കുന്ന ആരെങ്കിലും വേറെ ആരെങ്കിലും കൊണ്ടുപോകുള്ളൂ, കുഴപ്പമില്ല എന്നുള്ളൊരു മനസ്സാക്ഷിക്കുത്ത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മളിപ്പോൾ എവിടെ പോകേണ്ട കേസിന് പോണ സമയത്തായാലും ഒരു ആക്സിഡൻറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാറിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കേസേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ തിരിച്ചു പോരാം. പക്ഷേ ആളുകളുടെ ഇടയിലുള്ള പ്രശ്നം ആൾക്കാർ കരുതിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ മിനിമം ഒരു 10-30 ആക്സിഡൻറ്റ് കേസുകളിൽ ഞാൻ അവരെ എൻ്റെ കാറിലും മറ്റുള്ളവരുടെ വണ്ടികളിലായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ ഒരു ആളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ള രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ അവിടെ കൊടുത്ത് അവരുടെ പേരും കൊടുത്ത് ഞാൻ അപ്പം തന്നെ പോന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ എനിക്കിവിടെ ഒരു ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ നേരെ അവരെ ഹോസ്പിറ്റലിലാക്കി. അപ്പോൾ തന്നെ അവരോട് പറഞ്ഞിട്ട് ഞാൻ പോകണമെങ്കിൽ അത്യാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഹോസ്പിറ്റലാക്കിയിട്ട് അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് പോരായിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മടിക്കൊന്നും വേണ്ട. ഒരു ഹോസ്പിറ്റൽ കേസിൽ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി സൗകര്യം ഒരുക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിച്ചു എന്നുള്ള പേരിൽ നിങ്ങളെ ആരും മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ വേറെ പിന്നീടുള്ള പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങളെ കരുവാക്കില്ല. ആ ഒരു പേടിയൊന്നും വേണ്ട. എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു മടിയാണ്, അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു മടിയാണ്. പക്ഷേ ആ സമയത്ത് ആരെങ്കിലും ഒരു ആളെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത്തിരി കമാൻഡ് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ആ ആളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും. ചിലപ്പോൾ അറിയാം 1 മിനിറ്റ് 2 മിനിറ്റ് വൈകിൻ്റെ പേരിലൊക്കെയാണ് ഓരോരുത്തർക്ക് മരണം വരെ സംഭവിക്കുന്നത്. ഞാൻ നാളെ പറഞ്ഞല്ലോ മഞ്ഞപ്പുറം വെച്ച ഒരു ആക്സിഡൻറ്റിൽ 20 മിനിറ്റ് കഴിഞ്ഞ പിന്നെയാണ് ആളെ കൊണ്ടുപോയത്. പക്ഷേ ആൾ ഹോസ്പിറ്റലിൽ എത്തിയേക്കും ആൾ മരിച്ചിരുന്നു. ആളെ ഇത്തിരി കൂടി നേരത്തെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുമായിരുന്നു. അപ്പോൾ ഇത് വളരെ സങ്കടം തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു സമയത്ത് എനിക്ക് ഇതൊരു വീഡിയോയിലൂടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാണ്ട് കൂടുതൽ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാക്കിയിട്ട് ഇപ്പോൾ കാരൂത്തുഴി ഹോസ്പിറ്റലാക്കിയിട്ടാണ് ജസ്റ്റ് ടേണിങ് കഴിഞ്ഞിട്ടാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ ഈ ഒരു ടെൻഷനിലായതിൻ്റെ പേരിലാണ് എനിക്ക് പറയാൻ കൂടുതൽ വേഡ്സ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ജീവിക്കണം എന്നറിയില്ല, പക്ഷെ അത് മനുഷ്യസ്നേഹികളായിട്ട് ജീവിക്കാണ്ട് നമ്മളൊന്നും ശ്രമിക്കുക.